ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ 4-5 ദിവസമായി. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് വേണ്ട, 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 അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ ജോലി ഭാരം, ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പല വീഡിയോസും ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്ന കണ്ടൻറ്റ് അത്രയും റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 ദിവസം മുമ്പ് നമ്മുടെ ഓൺലൈൻ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്വിഗ്ഗിയിലൊക്കെ തൊഴിലാളികൾ, അവരുടെ തൊഴിൽ വേതനം അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ഒരു തൊഴിൽ വേതനം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സമരം നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് കാര്യങ്ങളുണ്ടായതെന്ന് ഞാൻ പിന്നീട് അതിലേക്ക് ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു 17-ാം തീയതി വരെ അവരുടെ സമരം രണ്ടാമത്തെ ദിവസം എന്തോ ആയിരുന്നു എന്നങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ ഒരു ഫോളോ അപ്പിലേക്ക് പോയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാര്യം എന്തു തന്നെയാണെങ്കിലും അത് അവരെന്നേ നടത്തേണ്ടിയിരുന്നൊരു സമരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് പോട്ടെ. അത് അവർ മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ പല കുത്തക കമ്പനികളും, അത് ഞാൻ പറഞ്ഞ ഫുഡ് ഡെലിവറി ചെയ്യുന്ന കമ്പനിയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ടെലികോം അതോറിറ്റി ആയിക്കോട്ടെ, ടെലികോം കമ്പനികളായിക്കോട്ടെ, ടെലികോം അതോറിറ്റി അല്ല, ടെലികോം കമ്പനികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI ആപ്സ്, നമുക്ക് പണമിടപാടുകൾക്ക് സാധ്യമാവുന്ന തരത്തിലുള്ള കമ്പനികളായിക്കോട്ടെ, വാട്ടെവർ, ഏത് തരത്തിലുള്ള ഒരു കുത്തക കമ്പനിയാണെങ്കിലും ഇവരുടെയൊക്കെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ലാഭം മാത്രമാണ്. അല്ലാതെ കസ്റ്റമർക്ക് ലാഭം ഉണ്ടാക്കുക, കസ്റ്റമർക്ക് ക്ഷേമം ഉണ്ടാക്കുക, അവരുടെ തൊഴിലാളികൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ളതല്ല. നമ്മളിനി എങ്ങനെ കച്ചറ ഒരു അവസ്ഥയിലേക്ക് പോയാലും അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ കിട്ടണം, കൃത്യമായിട്ടുള്ള ലാഭം കിട്ടണം. അതിനി നമ്മളെ പിഴിഞ്ഞാണെങ്കിലും കിട്ടണം, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളാരും ഇതിന് നിന്നു കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിന്നു കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഫോൺ നമുക്ക് ഇപ്പോൾ BSNL എടുക്കാൻ നമുക്ക് പറ്റില്ല, BSNL നെറ്റ്വർക്ക് ക്വാളിറ്റി വെച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എയർടെലോ ജിയോയോ ഇനി VIയോ ഒക്കെ എടുക്കേണ്ടി വരും. ഇവരുടെ കോൾ താരിഫ് ഇവർ കൂട്ടി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള സർവീസ് കിട്ടണമെങ്കിൽ പൈസ അടച്ചേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം, ഒന്ന് റീചാർജ് ചെയ്യുന്നത് ഈ ഗൂഗിൾ പേ വഴി ചെയ്യാതിരിക്കുക. വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാകുന്ന സാധനം വെച്ച് ചെയ്യാം. നമ്മുടെ അടുത്ത് റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു 2 രൂപ കുറച്ച് കൊടുക്കുക. അതായത് 199 രൂപയുടെ പ്ലാൻ ആണ് ചെയ്യുന്നതെങ്കിൽ 197 രൂപ അയച്ചാൽ മതി എന്ന് പറയാം. പിന്നെ മാക്സിമം സർവീസസ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിനകത്ത്. അല്ലാതെ നമുക്കിപ്പോൾ ഇത് 100% ബഹിഷ്കരിക്കാനും നമുക്ക് പറ്റില്ല. പിന്നെ ഫുഡ് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ നമ്മുടെ നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ഗൂഗിൾ മാപ്പും ഫോൺ നമ്പറും ഒക്കെ നമുക്ക് കിട്ടും. ഇനി ചിലത് പേര് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് മാത്രമായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫോൺ നമ്പർ മിക്കവാറും അവരതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഒരു നിയറസ്റ്റ് ഒരു 3 കിലോമീറ്ററിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും ഫുഡ് നമുക്ക് എന്തായാലും ഡെലിവർ ചെയ്ത് തരും. ഫ്രീ ആയിട്ട് തന്നെ ഡെലിവർ ചെയ്ത് തരും. ഇനി അതിന് നമ്മൾ 20 രൂപ കൊടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള കുത്തക കമ്പനികൾക്ക് നമ്മൾ കൊടുത്ത് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു 5-6 വർഷം മുമ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൺലൈൻ ഡെലിവറി ആപ്പിലൂടെ ഫുഡ് വരുന്ന സാധനമൊക്കെ ഉണ്ട് തന്നെ ഞാൻ അറിഞ്ഞത്. 2016-17 സമയത്തൊക്കെയാണ്. അങ്ങനെ 18-ലാണ് എനിക്ക് ഇങ്ങനെ വേറൊരു ചേട്ടൻ ഫുഡ് ഓർഡർ ചെയ്ത് തരുന്നത്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പുള്ളി തന്നെ ഓർഡർ ചെയ്യും. നമുക്ക് വേണ്ട സാധനങ്ങൾ പറയും, അപ്പോൾ ഒരുമിച്ച് സാധനം വരും, ഒരുമിച്ചിരുന്ന് കഴിക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2022-ലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ഡെലിവറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഒരു 99 രൂപയുടെ കോംബോ ഓഫർ എനിക്ക് കിട്ടി. അന്നൊരു നെയ്ച്ചോർ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കിട്ടിയത്. ബട്ടർ ചിക്കനാണ് എന്നൊക്കെ ബട്ടർ ചിക്കൻ കഴിക്കാത്തവൻ പോലും പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അന്തമാതിരി ഒരു ബട്ടർ ചിക്കൻ, അതായത് കുറേ കൊഴുപ്പും എന്തൊക്കെയോ വെള്ളത്തിൽ ഒരു മധുരമൊക്കെ ഇട്ടൊരു കറി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 2 ചിക്കൻ്റെ പീസും ഉണ്ട്. അതിനെ ബട്ടർ ചിക്കൻ എന്നൊന്നും ആരും വിളിക്കുന്ന എനിക്ക് തോന്നണില്ല. വേണമെങ്കിൽ നമുക്കതിനെ കച്ചറ ചിക്കനും നെയ്ച്ചോറും എന്ന് പറഞ്ഞൊരു കോംബോ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതായത് ഒരു വസ്തുവിന് കൊള്ളാത്തൊരു സാധനം, പക്ഷേ അത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നുള്ള പറയുന്നൊരു ഗുണം ആ ഫുഡിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതും പറയണമല്ലോ. 99 രൂപയ്ക്ക് കിട്ടി. എനിക്കത് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. കാര്യം ഞാൻ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന മലപ്പുറത്തായിരുന്നു. മലപ്പുറം ജില്ലയിൽ ആ സമയത്ത് അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയാൽ ഹോമസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നൊക്കെ നമുക്ക് 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണിയും അൺലിമിറ്റഡ് പപ്പടവും അൺലിമിറ്റഡ് സാലഡും ക്വാളിറ്റിയുള്ള ബിരിയാണി റൈസും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ
അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല. സമയം കഴിഞ്ഞിരുന്നു. 4 മണി 4:30 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ വിശന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. അതും കോംബോ ഓഫർ ഫസ്റ്റ് ടൈം കാണുകയല്ലേ, നമുക്ക് എങ്ങനെയാണ് പരിപാടി എന്ന് അറിയില്ല. അപ്പോൾ ഓർഡർ ചെയ്ത് പഠിക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. അത് ലോക പരാജയമായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒരു 149 രൂപയുടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കോംബോ ആയിരുന്നു. അതിനും ഡെലിവറി ചാർജോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് അത്യാവശ്യം വൃത്തിയായിട്ട് എനിക്ക് തോന്നി. വലിയ കൂടുതൽ എക്സ്പെൻസ് ഒന്നും വരാത്തായിട്ട്. കാര്യം 2 പീസ് ചിക്കൻ, 2 ബണ്ണ്, മയോണൈസ്, ഒരു 20 രൂപയുടെ പെപ്സി ഒക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിട്ട് വെച്ച് നോക്കും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാര്യം നമുക്കറിയില്ല അത് കൊന്ന കോഴിനെ തന്നെയാണോ അത് ചത്ത കോഴിനെയാണോ ഇത് ചിക്കനാക്കിയേക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ റെസ്റ്റോറൻറ്റ് ഡീറ്റെയിലൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ തവണ ഞാനൊരു മന്തി ഓർഡർ ചെയ്തപ്പോൾ ഓർഡർ എല്ലാം സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് വന്ന മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ യഥാർത്ഥ വില കണ്ട് ഞെട്ടിയത്. 249 രൂപ. 160 രൂപയാണ് മന്തിയുടെ അന്നത്തെ ക്വാർട്ടർ പ്രൈസ് ആ ഹോട്ടലിൽ. മന്തി പാലസ് എന്നായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടുന്ന് മന്തി കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് അവിടെ ഫുഡ് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തതാണ്. മറ്റത് രണ്ടും കോംബോ ഓഫർ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഇത് ഇന്ന ഫുഡ് ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പോൾ 249 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ഹ്യൂജ് എമൗണ്ട് ആണ്. കാര്യം ക്വാർട്ടർ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ അവിടെ പോയി കഴിക്കണമെങ്കിൽ തന്നെ എനിക്ക് അത്ര പൈസ ആവുള്ളൂ. അൺലിമിറ്റഡ് റൈസും കിട്ടും. പക്ഷെ പോയി കഴിക്കാനുള്ള സമയ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാനെന്നാൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് 90 രൂപയോളം അധിക ചാർജ് കൊടുക്കേണ്ടി വരുന്നു കണ്ടപ്പോൾ ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കോൾ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താ ഇത് ഓർഡർ ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു, വിലയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ എന്നോട് ചോദിക്കുക, ഓ ഇത്രയും പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് യാതൊരു ഗുണം ഇവരെ കൊണ്ട് കിട്ടണില്ല, കുറച്ച് ഓർഡർ കൂടുതൽ കിട്ടുന്നുണ്ടെന്നല്ലാതെ ഈ പൈസ ഒന്നും ഞങ്ങൾക്ക് വരുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ അയാൾ ചിരിച്ച് തന്നെ ഇവരത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പം ഇവർ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ ഡെലിവറി ചെയ്ത് തരാം. ഡെലിവറി ബോയ് ഇപ്പോൾ ഇല്ല, മൂപ്പര് പുറത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് തരണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലേ നമ്മളിവിടെ 3-4 കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണതാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് 1-1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾ ഇവിടെ ഇല്ല, 1 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയ്യോ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അയ്യോ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഓട്ടോയിൽ അങ്ങോട്ട് കൊടുത്തുവിടാം, നിങ്ങൾ ഓട്ടോൻ്റെ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സാധനം 200 രൂപയ്ക്ക് താഴെ, അതായത് 30 രൂപ ഓട്ടോ ക്യാഷും 160 രൂപ ഈ മന്തിയുടെ റേറ്റും കൂടെ 190 രൂപയ്ക്ക് സാധനം കിട്ടി. എനിക്ക് റെസ്റ്റോറൻറ്റുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും കിട്ടി. അപ്പോഴാണ് ഞാൻ ഈ പല സ്ഥലങ്ങളിലേക്ക്, അതായത് പ്രത്യേകിച്ച് ഒരു 3-4 കിലോമീറ്ററിനുള്ളിലൊക്കെ പല റെസ്റ്റോറൻറ്റുകളിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വിളിക്കുക, അവരോട് കൊണ്ടുവരാൻ പറയാം. സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ 30 മിനിറ്റ് ആവും. അതിപ്പം നമ്മൾ എങ്ങനെ ചെയ്താലും ആവും. അതുപോലെ ഞാൻ ഈ ഫ്രൈഡ് ചിക്കൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ പ്രായത്തിലുള്ളൊരു പയ്യനാണ് എനിക്ക് ഫുഡ് കൊണ്ടുവന്നത്. അവന് 18-19 വയസ്സുള്ളൂ ആ സമയത്ത്. അവൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം ഇവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ കുറേ ഇൻസിഡൻറ്റ് അവൻ ഷെയർ ചെയ്തു. അതായത് കയറിയിട്ട് അവൻ 1 മാസം പോലും ആയിട്ടില്ല. ഒരാഴ്ച മുമ്പ് അവൻ ഇതുപോലെ ഒരു ഫ്ലാറ്റിൽ പോയി ഫുഡ് കൊടുത്തപ്പോൾ ഒരു പുള്ളിക്കാരൻ കുരമ്പ് അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം വന്നപ്പോഴൊക്കെ നല്ല പെരുമാറ്റം. ഫുഡ് ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പൈസ തരാമെന്നുള്ള ലെവലിലേക്കൊക്കെ വന്നിട്ട് ഇവനോട് ചോദിച്ചു ഇപ്പോൾ എത്രയായി സമയം എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഇത്ര സമയം എന്ന് പറഞ്ഞു. എത്ര മണിക്കാണ് നീ ഫുഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇത്ര മണിയെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര മണിയായി എന്ന് ചോദിച്ചു. ഇത്ര മണിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് പറഞ്ഞിട്ട് 25 മിനിറ്റായി എന്ന് പറഞ്ഞിട്ട് ഇനി നിന്നെ തന്തയ്ക്ക് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫുഡ് എടുത്തിട്ട് ഒറ്റ ഇറങ്ങി പറഞ്ഞിട്ട് ഈ ഫ്ലാറ്റിൻ്റെ വാതിൽ അടച്ചിട്ട് ഇയാളുടെ പാട്ടിന് പോയിരുന്നു. അതായത് ആ ഫുഡിൻ്റെ എക്സ്പെൻസ് വരെ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വേറെ കാര്യം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫുഡ് കൊടുത്തു, അയാൾ പൈസ പോലും കൊടുക്കാതെ അത് തിരിച്ച് പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് അയാളുടെ പാട്ടിന് പോയി. ഫുഡ് വാതിൽ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടു. ഇവനാണെങ്കിൽ കയറിയിട്ട് 2 ആഴ്ച എങ്ങാണ്ടായിട്ടുള്ളൂ. അവനൊന്നും ചെയ്യാൻ അറിയില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ എടുത്ത് അടക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അതുപോലെ ഈ പല ഹോട്ടലുകളിലും ചെല്ലുന്ന സമയത്ത് ഈ സമയം ഇവർ വൈകാൻ തന്നെ പ്രധാനമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ഹോട്ടലുകൾ ഇപ്പം നമ്മളെപ്പോലെ ഡയറക്റ്റ്ലി ഫുഡ് റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ഓർഡർ ചെയ്യുന്നവരുണ്ടാവില്ല. അവരെയാണ് ഇവർ ആദ്യം പ്രിഫർ ചെയ്യുക. അപ്പം നമ്മുടെ ഓർഡർ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ ടീം വന്നിട്ട്, ഇപ്പോൾ ഈ സ്വിഗ്ഗിയിലെ പിള്ളേർ വന്നിട്ട് അല്ലെങ്കിൽ സൊമാറ്റോയിലെ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഫുഡ് വേണം എന്ന് പറയുന്നു. അപ്പം അവിടെ നിൽക്കുക തരാം, ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക്. കാര്യം അവരെ സംബന്ധിച്ചോളം ഈ റെസ്റ്റോറൻറ്റിന് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന ആലുവയിലാണ്. ഇവിടെ സുലൈമാനി എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഞാൻ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഞാനൊരു പ്രൈം കസ്റ്റമറാണ് സ്വാഭാവികമായിട്ടും.
അവിടുത്തെ ഡെലിവറി ബോയിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഹലോ എന്നല്ല ബായ് ബോളോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഫോൺ എടുക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് നമ്മുടെ ഇഷ്ടം എന്താണെന്നറിയാം, നമ്മുടെ ടേസ്റ്റ് എന്താണെന്നറിയാം, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാം, എത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തണമെന്നറിയാം. അപ്പം നമ്മൾ ഈ പ്രൈം കസ്റ്റമേഴ്സിന്, അതായത് റെസ്റ്റോറൻറ്റുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാർക്ക് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഈ ഡെലിവറി ബോയ്സിന് ഫുഡ് കൊടുക്കുക. പക്ഷേ കസ്റ്റമർക്ക് ഇതൊന്നും അറിയേണ്ടി വരില്ല. ഇവർ ആദ്യം ഇവരെ തെറി വിളിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ ഇത്തരത്തിലുള്ള കുത്തക കമ്പനികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഫുഡ് മോശമായിരിക്കും. നമ്മൾ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് പോലും ഓർഡർ ചെയ്യാതായിരിക്കും, നമ്മൾ ഫുഡ് നോക്കാതെ ആയിരിക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഡെലിവറി ബോയ്സിനെ ചീത്ത പറഞ്ഞിട്ട് തെറി വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ബട്ടർ ചിക്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടൊന്നുമല്ല, ഓഫർ നോക്കിയിട്ട് ഓർഡർ ചെയ്ത് മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് ഒരു ഡെലിവറി ബോയിനെ ഞാൻ തെറി വിളിക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ? ഇവൻ കൊണ്ടുവന്ന് തന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ അവൻ ചെയ്തുള്ളൂ. അല്ലാതെ ഫുഡ് എടുത്തതോ ഫുഡ് ഉണ്ടാക്കിയതൊന്നും അവനല്ലല്ലോ, അങ്ങനെ ഒരു ഓഫർ ഇട്ടതും അവനല്ല. അപ്പം ഞാൻ അവനെ കയറി തെറി വിളിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം? പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്സസ് എന്ന് പറയുന്നത് ഈ ഡെലിവറി ബോയ്സ് ആണ്. അപ്പോൾ എന്ത് തേങ്ങയിലെ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദ്യം ഇവരെ ചീത്ത പറയുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇവൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ആകെ അറിയുന്നൊരു കാര്യം നമുക്ക് ഫുഡ് കറക്റ്റ് ടൈമിൽ കിട്ടുന്നു എന്നുള്ളൊരു സാധനം മാത്രമാണ്. പക്ഷേ ഈ ഓവറായിട്ട് വരുന്ന എക്സ്പെൻസിനെ കുറിച്ചോ ഈ ഡെലിവറി ബോയ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ അവരിപ്പോൾ പറയുന്ന തൊഴിൽ വേതനത്തിൻ്റെ കാര്യം മാത്രമല്ലാതെ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാറില്ല. അത് നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നല്ല, ഞാനടക്കം നമ്മളിതിനെക്കുറിച്ച് നമ്മൾ ബോധേഡല്ല. അതാണ് സത്യം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മാക്സിമം ഇത്തരത്തിലുള്ള കുത്തക കമ്പനികൾക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കാതിരിക്കുക. നമുക്ക് ഒരു കടയുടെ നമ്പർ അറിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അവരുടെ പേജസിൽ അവരുടെ നമ്പർ ഉണ്ടാകും, അവരെ വിളിച്ച് ചോദിക്കുക ഡെലിവറി ഉണ്ടോ എന്ന്. അങ്ങനെ മാക്സിമം ഈ റെസ്റ്റോറൻറ്റുമായിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഫുഡ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ മാക്സിമം നമ്മളെ നല്ല നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്ക് നല്ല ഫുഡ് എന്ന സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹൈജീൻ ഫുഡ് നല്ല രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും ഈ 99 രൂപയ്ക്ക് ഇതുപോലുള്ള കച്ചറ ചിക്കനൊക്കെ കഴിച്ചിട്ട് ബട്ടർ ചിക്കനാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാം. ഇനിയിപ്പം അങ്ങനെ പോയാൽ തന്നെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിനെ വിളിച്ചത് പറയാം. അവർ ചിലപ്പോൾ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യുമായിരിക്കും. ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവും. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ നമുക്ക് ഈ ഓഫർ കിട്ടി, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ 149 രൂപ കിട്ടി, ഒരു 199 രൂപയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ഈ ആപ്പിലേക്ക് എന്നെ അഡിക്റ്റ് ആക്കാനുള്ള ഒരു സാധനമായിരുന്നു. അതായത് നമ്മൾ പണ്ട് അംബാനി ജിയോ ഫ്രീ കൊടുത്ത പോലെ തന്നെയുള്ളൊരു പരിപാടി. ആദ്യം 99 രൂപയ്ക്ക് തന്നു, പിന്നെ 149 രൂപയ്ക്ക് തന്നു, പിന്നെ അവരവരുടെ തനിക്കുണം കാണിച്ചു. 160 രൂപയുടെ മന്തിക്ക് ഒരു എക്സ്ട്രാ ഇത്ര ചാർജും കൂടെ വാങ്ങിച്ച് ഒരു കത്തി റേറ്റ് ഇട്ടങ്ങ് തന്നു. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ടും ആ മെസ്സേജ് ഞാൻ അപ്പം തന്നെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ഞാൻ അപ്പം തന്നെ ഓർഡർ ക്യാൻസൽ ചെയ്തു. അത് ബുദ്ധിപരമായ രീതിയിൽ നീങ്ങി. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആവുക എന്തോ ചെയ്തു. ഞാൻ പിന്നെ ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഓൺലൈൻ ആപ്പിൽ നിന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യില്ല എന്നുള്ളൊരു സാധനം ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 199 രൂപയുടെ ഒരു പ്ലാൻ നമ്മൾ ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ നമ്മൾ 200 രൂപ 201 രൂപ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോൺ പേ വഴി ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ കൊടുക്കണം. എന്തുകൊണ്ട് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡിസ്കൗണ്ട് ആവുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇനി അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, റീചാർജ് ചെയ്ത് തരാം, ഞാൻ ചെയ്തു തരാം. 197 രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം. 199 രൂപയുടെ നിങ്ങൾ ഏത് പാക്ക് ചെയ്താലും 100 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഏത് പാക്ക് ചെയ്താലും നിങ്ങൾക്ക് 2 രൂപ ഡിസ്കൗണ്ടിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലാഭം കുറച്ചാണെങ്കിലും കസ്റ്റമേഴ്സിനെ കൂട്ടുക, അങ്ങനെ നമ്മളെ വരുമാനം കൂട്ടുക എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറയുകയാണ്. അവരാരും അവരുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരാരും അവരുടെ സമരത്തിനിടയിൽ ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ പ്രധാനമായ കാര്യം എനിക്ക് തോന്നുന്നു, ഇതെല്ലാം അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ പറയും മോനെ നീ പണിക്ക് പോകണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അവർക്ക് ഇവരാരാണ് വേറെ പണി കൊണ്ടെന്ന് വെച്ചേക്കുന്നത്? വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള പണികൾ അവർക്ക് അവരുടെ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് ഇത്തരത്തിലുള്ള നമുക്ക് അടിമയായിട്ട് മാറേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവുകയാണ്. അതിനാരും തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അവരവരുടെ ഫാമിലിയിൽ നിന്ന് ഒളിച്ചു വെക്കുമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ അറിഞ്ഞ കഥ, നമ്മൾ അറിയാത്ത എത്ര കഥകളുണ്ടാവും ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇത്തരം സാഹചര്യത്തിലൊന്ന് പറയണം തോന്നി, അത്രമാത്രം.